വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ മാൻ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലേറ്റസ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീമിയർ ലീഗിൻ്റെ ടേബിളിലേക്ക് നോക്കിയോ, നമ്മളിപ്പോൾ 8ാം സ്ഥാനത്താണ്. ചെൽസി നമ്മുടെ മുകളിലേക്ക് പോയി. 35 കളികൾ അവർ കളിച്ചിട്ടുണ്ട്, അവർ 54 പോയിൻ്റാണ്. അതേസമയം 34 കളികൾ കളിച്ച് നമ്മൾ 54 പോയിൻ്റാണ്. ഒരു മത്സരം നമ്മൾ കുറവാണ് കളിച്ചിട്ടുള്ളത്, പക്ഷേ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബ്രോ. കാരണം നമുക്കിനിയുള്ള മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ക്രിസ്റ്റൽ പാലസായിട്ടാണ് അടുത്ത കളി. പാലസായിട്ട് നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഒപ്പോണൻ്റാണ്. അവർ മിക്കപ്പോഴും പ്രൈം ബാർസലോണയായിട്ട് മാറും. അതുപോലെ തന്നെ ന്യൂക്കാസിലായിട്ട് കളിയുണ്ട്, ബ്രൈറ്റനായിട്ട് കളിയുണ്ട്, ആഴ്സണലായിട്ട് കളിയുണ്ട്. ഇപ്പോൾ ഈ 4 കളികൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്തായാലും ജയിക്കുന്ന ഏതെങ്കിലും കളിയിൽ പറയാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറകിലുള്ള ടീമുകൾ. ഇപ്പോൾ വെസ്റ്റ് ഹാം ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 36 മത്സരങ്ങൾ, നമ്മളെക്കാൾ 2 മത്സരങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവരെക്കാളും താഴെ പോയേനെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു യൂറോപ്യൻ സ്പോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ FA കപ്പ് ജയിക്കേണ്ടി വരുന്നാൽ മാത്രമേ നമുക്ക് യൂറോപ്പ ലീഗിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ 4 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മുകളിലേക്ക് പോകും. പക്ഷേ ഇപ്പം നിലവിലെ ഫോമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാൻ ഉള്ളൊരു സാഹചര്യമല്ല. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നതിനെക്കുറിച്ച് പറയാം. ഇപ്സ്വിച്ച് ടൗൺ എല്ലാവരും അറിഞ്ഞു കാണും. കീറൻ മക്കന്നയുടെ ടീമായ ഇപ്സ്വിച്ച് ടൗൺ, അവർ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ കിട്ടി. അവർക്ക് കഷ്ടിയാണ് അവർ 1ാം സ്ഥാനത്ത് എത്താതിരുന്നത്. ലെസ്റ്ററാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. 1 പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലീഡ്സിനെ സൗത്ത് ആംപ്ടനെ കവച്ച് വെച്ചിട്ട് അവർ ഡയറക്റ്റ് പ്രൊമോഷൻ നേടിയെടുത്തു. 22 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വരുന്നത്. കൺഗ്രാജുലേഷൻ ടു മക്കന്ന. കാരണം നമ്മുടെ ഒപ്പം വർഷങ്ങളോളം കോച്ചായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ജോസയുടെ അണ്ടറിലുണ്ടായിരുന്നു, ഒലയുടെ അണ്ടറിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോയത്. ക്ലബ്ബ് വിട്ട് പോകാനും കാരണമുണ്ട്. കാരണം വലിയ രീതിയിൽ ഓൺലൈൻ ഫാൻ ബേസ് ഒക്കെ ഇയാൾക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇപ്പോൾ മാർക്ക് ഗോർബിൾസിനെ പോലുള്ള ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയിലാണെങ്കിലും ഒത്തിരി വാർത്തകൾ വന്നിരുന്നു. ഇങ്ങേർക്ക് കോച്ചിങ് അറിയില്ല, സ്കൂൾ ടീച്ചർ സ്റ്റൈൽ കോച്ചിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പ്ലെയേഴ്സ് പറഞ്ഞു എന്നുള്ള തരത്തിൽ മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ വളരെയധികം ടോക്സിക്കായിട്ട് നെഗറ്റീവായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വന്നത്. പക്ഷേ അത്ര മോശം കോച്ചാണെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ അവർ ലീഗ് 1-ലായിരുന്നു. ലീഗ് 1-ൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഈ കൊല്ലം ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഡബിൾ പ്രൊമോഷൻ കിട്ടി ഇതാ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് വന്നിരുന്നു. അപ്പോൾ തീരെ മോശം കോച്ചൊന്നുമല്ല. പ്രീമിയർ ലീഗിലേക്കൊക്കെ പരിശീലിപ്പിക്കണമെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും വേണം. എന്തായാലും ഒത്തിരി ചീത്തപ്പേരൊക്കെ കേട്ട ഒരാളാണ് പുള്ളിക്കാരൻ. എന്തായാലും പുള്ളിക്ക് പണി അറിയാമെന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ഇപ്സ്വിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പറ്റി നല്ല അഭിപ്രായമാണ്. എല്ലാവരും ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള അഭിപ്രായമൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ പ്ലേയേഴ്സിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്സ്വിച്ചിൻ്റെ കളിയൊന്നും ഫോളോ ചെയ്യാറില്ല, ആരുടെയും പേരറിയില്ല. ചെൽസിയിൽ നിന്ന് പോയി ഏതൊരു പ്ലെയർ അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ജീനിയസ് ആണെന്നുള്ള തരത്തിലൊക്കെ മക്കന്നെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മക്കന്നയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അടുത്ത കൊല്ലം പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് മൂപ്പര് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിം റാറ്റ്ക്ലിഫ് പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ജിം റാറ്റ്ക്ലിഫ് പറഞ്ഞു ക്ലബ്ബിൽ വൃത്തിയില്ല എന്ന്. സംഭവം ശരിക്കും ഇത് കേട്ടപ്പോൾ തന്നെ ചിരിയാണോ എന്നത്. കാരണം ഒരു ടോപ്പ് ലെവൽ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാലും ഇങ്ങനെ ഒരു വാർത്ത വന്ന് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞൊരു സംഭവമാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ വൃത്തിയില്ല. അതുപോലെ തന്നെ അണ്ടർ 18 അണ്ടർ 21 ഡ്രസ്സിങ് റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും വൃത്തികേടായിട്ടാണ് ക്ലബ്ബ് കിടക്കുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും സമ്മതിക്കില്ല, ഞങ്ങൾക്കൊരു കെമിക്കൽ കമ്പനിയാണ്, പക്ഷെ അവിടെ പോലും ഇതിലും ഭംഗിയിലും വൃത്തിയിലാണ് കിടക്കുന്നത്. അപ്പോൾ മൈക്രോ ലെവലിൽ തുടങ്ങി മൂപ്പര് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ, ഈ ഗ്ലേസേഴ്സ് തിരിഞ്ഞു വരെ നോക്കുന്നുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ തോന്നിയ പോലെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഓണർ വന്നിട്ട് ഡയറക്റ്റ്ലി അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുന്നത് കാണുന്നത് പിന്നെ ഒരു സന്തോഷം. എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ ഫിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.